നീ എന്റെ മകളെ നിർത്തിയിട്ട് എന്തിനാ പോയത്? നീ ഇവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. ഇവനെന്തായാലും ഉടനെ ഇവിടെ നിന്നൊന്നും ഒരു ട്രാൻസ്ഫർ ഉണ്ടാവില്ല. അതുകൊണ്ട് മോള് സ്വന്തം വീട്ടിൽ നിന്ന് അധികം ദൂരത്തേക്കൊന്നും പോകേണ്ടി വരില്ല. അങ്കിൾ, കുട്ടിയെ വിളിക്കാൻ പോയിട്ട് കുറെ നേരമായല്ലോ. അവരെ കാണുന്നേ ഇല്ലല്ലോ. ഈ വീട്ടിൽ നിന്നുള്ള ആലോചന വന്നപ്പോ തൊട്ടേ എന്റെ മോന്റെ സന്തോഷത്തിന് അതിരില്ലാന്ന് പറഞ്ഞാ വിശ്വസിക്കൂ. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണോ? വേദ, നിക്ക്, ഞാനും വരാം. ഒരു മിനിറ്റ് കേട്ടോ. ആയിക്കോട്ടെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്ത് പ്രോബ്ലം ഉണ്ടാകാനാ? നമ്മൾ ആരുടെ വീട്ടിലാണെന്ന് കരുതിയാ? വേദവതിയുടെ വീട്ടിലാണെന്ന് ഓർക്കണം. ഈ വീടിന് നേർക്ക് വിരൽ ചൂണ്ടാനുള്ള ധൈര്യം പോലും ആർക്കും ഉണ്ടാവില്ല. ഈ കുടുംബത്തിന് അത്ര മഹത്വമുണ്ട്. പെൺകുട്ടി റെഡിയാകാൻ കുറച്ച് സമയമെടുക്കും തോന്നുന്നു അല്ലേ? നിങ്ങളൊന്ന് പോയി നോക്കൂ പ്രസാദറാവ് സാർ. അഭിമാനം പ്രാണന് തുല്യമായി കാണുന്ന കുടുംബമാണിത്. അളിയ എന്തു പറയുന്നു? അതെ അതെ, ഞങ്ങളുടെ അച്ഛനമ്മയാണെങ്കിലും പ്രാണം പോയാലും കുഴപ്പമില്ല, അഭിമാനം പോകരുതെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. എത്ര മഹത്തായ വാക്കുകൾ! മുത്തളിയ പറയളിയ, ഈ ഇടം കണ്ണ് തുടിക്കുന്നുണ്ട്. എന്തിനാണോ? അതിനോട് ഇനി ചോദിക്കും. ഈ നേരത്ത് ജോക്സ് വേണ്ട. നിനക്കെന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പറ. അതോ, ഞങ്ങളുടെ വീട്ടിൽ മരുമകളാകേണ്ട നിങ്ങളുടെ മകള് ഇവരുടെ വീട്ടിലും മരുമകളാകാൻ പോകുമല്ലേ? അതുകൊണ്ടാവും ഇടം കണ്ണ് തുടിക്കുന്നത്. ആ, അങ്ങനെ തന്നെ ആവൂ. അത് തന്നെയാളിയാ. എന്നാലെന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. നമ്മളെന്തോ ഷോക്കാക്കുന്ന എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നുണ്ട്. എന്താളിയ രണ്ടുപേരും എന്തോ ഒരു രഹസ്യം പറച്ചിൽ? അയ്യ, അതൊന്നും അല്ലെന്നേ. കല്യാണം ഒരു വലിയ സംഭവമാക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അതാ. നീ ഞങ്ങളുടെ വീട്ടിൽ കാലെടുത്തു വെച്ച അന്നു മുതൽ ഞങ്ങൾക്ക് മനസമാധാനം ഇല്ലാതായി. കാവ്യ കൊണ്ടുവരാൻ എന്താ ഇത്ര വൈകുന്നത്? വന്നവരെ കൊണ്ട് പിന്നെയും പിന്നെ ഇതുപോലെ ചോദിപ്പിക്കുമ്പോ അവർക്ക് ആവശ്യമില്ലാത്ത സംശയം ഉണ്ടാവും. അല്ല മോളെ, കാവ്യോടെ പോയി? വാഷ്റൂമിലാണോ? ചോദിച്ചതിന് എന്തോ ഉത്തരം പറയാത്തെ? മോളെ അവനി, കാവ്യോടെ? കാവ്യ ഈ വീട് വിട്ടിറങ്ങി പോയച്ചാ. വീട് വിട്ട് ഇറങ്ങിപ്പോയെന്നോ? നീ എന്തൊക്കെ ഈ പറയുന്ന വസന്തേ? ഈ ലെറ്റർ ഇവിടെ എഴുതി വെച്ചിട്ട് അവള് പോയി. അവളെങ്ങോട്ടാണ് അവ പോയത്? ഇങ്ങനെ ചെയ്യുന്നു ഞാൻ ഒട്ടും കരുതിയില്ല. ഇതെല്ലാം നിങ്ങൾ കാരണമാ സംഭവിക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ ഞങ്ങളുടെ തലയെ കെട്ടിവെക്കുന്നത്? പെൺകുട്ടിയോട് ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് റെഡി ആവാൻ പറഞ്ഞു, അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യണോ? ഇനി വെറുതെ ആവശ്യമില്ലാത്തത് പറയരുത്. വളരെ ആവശ്യമുള്ള കാര്യം തന്നെയാ പറയുന്നത്. ലാവണ്യ, നീ അതിര് കടന്ന് സംസാരിക്കണ്ട. ലാവണ്യ പറഞ്ഞതിൽ എന്ത് തെറ്റാച്ച ഉള്ളത്? നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനെടുത്ത തീരുമാനത്തിന് ഈ ആവനിയാണെങ്കിൽ എല്ലാ സഹായവും ചെയ്തു തന്നില്ലേ? എന്റെ മകൾ എന്തെങ്കിലും അവിവേകം കാണിച്ച അതിന് നിങ്ങൾ തന്നെയാ കാരണക്കാര്. നിന്റെ മോളുടെ നല്ലതിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചത്. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നത് മനസ്സിലാക്കാതെ വെറുതെ ഞങ്ങളെ കുറ്റപ്പെടുത്താൻ നിൽക്കരുത്. ശ്രീകറുമായി കല്യാണം നടന്നാലേ
കാവ്യക്ക് നല്ലൊരു ഭാവി ഉണ്ടാവുകയുള്ളൂ. അത് നിങ്ങൾ എപ്പോഴാ ഒന്ന് മനസ്സിലാക്കുന്നേ? കാവ്യയായിട്ട് കല്യാണം നടക്കാത്തതിന്റെ കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? ഇനി എത്ര കാലം ആച്ചാ ഈ വസന്തേ, വന്നവരവിടെ വന്ന കാര്യം ഇരിക്കുക. കാവ്യനെ എന്താ അങ്ങോട്ട് കൊണ്ടുവരാത്തെ? നിങ്ങൾ അവരെ അവിടെ നിർത്തി ഇങ്ങോട്ട് വന്നെന്തിനാ? അവർ സംശയത്തിന് മേളിൽ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. ഒരു സൈഡിൽ പേര് കേട്ട് കുടുംബം എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തി മനസ്സിലുള്ളത് മുഴുവൻ അവർ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നേ. ഞാനാണെങ്കി ഇവിടെ എന്തോ നടക്കുന്നുണ്ടെന്ന് കരുതി ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് കാവ്യ എന്തി? നീ ഇതെന്തിനാണ് കരയുന്നേ? പെണ്ണ് കാണലിന് ഇഷ്ടമില്ലെന്ന് ലെറ്റർ എഴുതി വെച്ചിട്ട് കാവ്യ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയി ചേട്ടാ. എന്ത്? കാവ്യ നാട് വിട്ടോ? വീട് വിട്ടെന്നാ പറഞ്ഞേ, അല്ലാതെ നാട് വിട്ടെന്നല്ല. രണ്ടും ഒന്ന് തന്നെ അളിയാ. പോയി അവരുടെ അടുത്ത് പറ. പോ. എനിക്കെന്തോ സംശയം തോന്നുന്നുണ്ട് ചേട്ടാ. ഈ വീട്ടിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നിനക്ക് ഉറപ്പാണോ? അതിന്റെ മനസ്സെല്ലാരും കൂടെ ചേർന്ന് മുറിപ്പെടുത്തിയില്ലേ? എങ്ങോട്ടാണോ അവൾ ഇറങ്ങിപ്പോയത്? അതെ അളിയാ, നിങ്ങളുടെ ഇടം കണ്ടു തുടിച്ചതിന്റെ കാരണം ഇതായിരിക്കും. നമ്മളെ ഷോക്കാക്കുന്ന എന്തോ സംഭവിക്കാൻ പോകുന്നു പറഞ്ഞില്ലേ, അത് ഇതായിരിക്കും. കണ്ടോ, എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ട് എടുക്കുന്നേ. അതാ ഇങ്ങനെ ആയത്. പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള വല്ലതുമാണ് ഇവിടെ നടന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് ശ്രീകറിന്റെയും കാവ്യയുടെയും കല്യാണം നടക്കുമായിരുന്നില്ലേ? ആ, നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? ഞങ്ങളുടെ മകള് വിഷമിച്ച നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. ഞങ്ങളുടെ മകൾക്ക് എന്താ സംഭവിച്ചെന്നുള്ളതിന്റെ വ്യാധി ഞങ്ങൾക്കല്ലേ ഉള്ളൂ. അവൾ എന്തെങ്കിലും കടുങ്ങുകയും ചെയ്താ നിങ്ങൾക്ക് അവളെ കൊണ്ട് തരാൻ പറ്റുമോ? പിന്നെ അവള് ഞങ്ങളെ നാണം കെടുത്തുന്ന കാര്യം ചെയ്താലും പ്രാണം പോകുന്ന കാര്യമൊന്നും ചെയ്യില്ല. അതൊന്നും ഓർത്ത് ഇവിടെ ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ തന്നെ പറയുള്ളൂ. അവിവേകം എന്തെങ്കിലും സംഭവിച്ചാ ഞാനും എന്റെ കെട്ടുകളിൽ ഇവിടെ കിടന്ന് കരയാ. എടിയേ, ഇവരിവിടെ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, നമുക്ക് നമ്മുടെ മോളെ പോയി തിരക്കാം. വാ. നിക്കവിടെ. താഴെ ആൾക്കാർ ഇരിപ്പുണ്ട്. ഈ സമയത്ത് ആരെങ്കിലും ഈ വീട്ടിന് പുറത്തു പോയാ കൊന്നുകളയുന്നു. അതല്ലമ്മേ കാവ്യ. അവളൊന്നും ചെയ്യില്ല. ഒരുപക്ഷെ ആ വിശ്വാസം നിങ്ങൾക്കുണ്ടാവില്ല, പക്ഷെ എനിക്കുണ്ട്. അച്ഛാ, ഇനിയും വരാത്ത എന്തേ? എനിക്കും അതാ മോനെ ഒന്നും മനസ്സിലാകാത്തത്. നമ്മൾ എത്ര വിശ്വസിച്ചിട്ട് അവര് വന്നിരിക്കുന്നേ. നമ്മളെ നാണം കെടുത്തുന്ന കാര്യമല്ല അവള്. ഞാൻ അവരോട് ഇനിയും എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? തലമുറകളായിട്ട് ഈ വീട്ടില് ഇങ്ങനെ ഒരു അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി എന്ത് ചെയ്യും ഭഗവാനെ? അമ്മേ, എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ചടങ്ങ് പിന്നീടത്തേക്ക് മാറ്റിയാലോ? ഈ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയല്ല. പെട്ടെന്ന് പോയി എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ അവര് മുകളിലേക്ക് കയറി വരും അമ്മേ. ഈ വീടിന്റെ പേര് ഞാൻ ഇനി എങ്ങനെ നിലനിർത്തും ഭഗവാനെ? വീടിന്റെ പേരും ബഹുമാനവും നിലനിർത്തുന്ന ഒരാള് നമ്മുടെ വീട്ടിൽ തന്നെ ഇല്ലേ അമ്മേ? കാവ്യ നാണം കെടുത്തുന്നത് എന്തോ ചെയ്തെന്ന് പറഞ്ഞ് കരയുന്നത് എന്തിനാ? അഭിമാനത്തിന്റെ സംരക്ഷക ആവനിക്ക് ഈ സമയത്ത് ഏതെങ്കിലും വിധത്തില് സഹായിക്കാൻ പറ്റിയാലോ? ആലോചിച്ചു നോക്ക്. നിങ്ങളുടെ സങ്കടം ആവനിയോടൊന്ന് ഷെയർ ചെയ്യൂ അമ്മേ. എന്നാലും അവനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഞാനൊരു ഉപദേശം കൊടുത്തതല്ലേ, അമ്മയല്ലേ തീരുമാനിക്കേണ്ടത്. ഈ വീടിന്റെ അഭിമാനവും കുടുംബ ഗൗരവവും ഞാൻ കാരണം നിലനിർത്തേണ്ടി വരുന്നൊരവസ്ഥ ഇനി അങ്ങോട്ട് എപ്പോഴെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ഉറപ്പായിട്ടും ഞാൻ അനുസരിക്കും. ഒരു കാര്യം പറയട്ടെ, വന്നേ.
എന്താ നടക്കുന്നില്ല ലാവണ്യ? വെയിറ്റ് ആൻഡ് സീ. നടന്നതൊക്കെ മോൾക്കറിയാലോ. ഇനി മോൾക്ക് മാത്രമേ ഈ കുടുംബത്തെ നാണക്കേടിൽ നിന്ന് രക്ഷിക്കാനാവൂ. ഒരു കാര്യം ചെയ്താലോ? വന്നവരോട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞോ 1 മണിക്കൂറൊന്ന് മാനേജ് ചെയ്യൂ. ഈ സമയം ഞാൻ പുറത്തേക്ക് പോയി കാവ്യെ തിരഞ്ഞ് കൊണ്ടുവരാം. അതൊന്നും അത്ര എളുപ്പമല്ല മോളെ. വന്നവര് ഈ വീട്ടിൽ നിന്ന് പോയി എന്നുള്ള കാര്യം അവൾ അറിയുന്നത് വരെ കാവ്യ നിന്റെ കണ്ണിലെന്നല്ല ആരുടെ കണ്ണിലും പെടില്ല മോളെ. ഈ സമയത്ത് വെറുതെ ഓരോന്ന് ആലോചിച്ച് സമയം കളയണ്ട. അപ്പോ എന്താ ചെയ്യാ? ഈ സമയത്ത് ഞാൻ നിങ്ങളെ എങ്ങനെ സഹായിക്കണമെന്നാ? അമ്മ ചോദിക്കുന്നത് ശരിയാണോന്നറിയില്ല. എന്നാ ഈ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി നിന്നോട് ചോദിക്കാതെ വഴിയില്ല. തെറ്റാണെന്നറിഞ്ഞിട്ടും മനസാക്ഷി മാറ്റിവെച്ച് ഞാൻ ചോദിക്കാം. 1 അരമണിക്കൂർ നേരം. അരമണിക്കൂർ നേരം? എന്റെ മോളുടെ സ്ഥാനത്ത്, കാവ്യയുടെ സ്ഥാനത്ത് പെണ്ണ് കാണാൻ വേണ്ടി ഒന്നിരിക്കണം മോളെ. വേദവതി പറഞ്ഞത് ഉടനെ അനുസരിക്കുക എന്നല്ലാതെ നമുക്ക് വേറെ വഴിയൊന്നുമില്ല മോളെ. വന്നവർക്ക് കാവ്യ എന്തായാലും അറിയില്ല. എന്താന്ന് വെച്ചാ ഒരു ഫോട്ടോ പോലും ചോദിക്കാതെ ഞങ്ങളോടുള്ള വിശ്വാസം കൊണ്ട് മാത്രം വന്നതാ മോളെ. ഇല്ലെന്ന് പറയരുത്. അതല്ല അച്ഛാ, നീ കല്യാണ പെണ്ണായോ ഒന്ന് അവിടെ വന്ന് നിന്നാ ഈ പ്രശ്നത്തിൽ നിന്ന് കരകയറാം. ഇല്ലെങ്കിൽ നമ്മൾ അവരുടെ മുമ്പിൽ നാണം കെടും മോളെ. 1 അരമണിക്കൂർ നേരം ഒന്ന് കാവ്യായിട്ട് അഭിനയിക്കാം. നമ്മൾ വൈകിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ വന്നിരിക്കുന്നവർക്ക് അനാവശ്യമായ സംശയങ്ങൾ ഉണ്ടാകും മോളെ. ഈ പറഞ്ഞതൊക്കെ ഒരിക്കലും ശരിയാവുന്ന കാര്യങ്ങളാന്ന് തോന്നുന്നില്ല. ശരിയൊന്നും അല്ല മോളെ, പക്ഷേ വേറെ വഴിയില്ല. നിനക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. മോളുടെ മനസ്സിനെയും ഇത് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും. അത് ഈ അമ്മയ്ക്ക് മനസ്സിലാവും മോളെ. പക്ഷേ ഇപ്പോ മറ്റൊരു മാർഗവും ഇല്ല നമുക്ക്. ഈ വീടിന്റെ അഭിമാനം നിലനിർത്തേണ്ട ഒരു അവസ്ഥയുണ്ടാകുമ്പോൾ ഞങ്ങളെ അനുസരിക്കുമെന്ന് വാക്ക് തന്നത് ഓർമ്മയുണ്ടോ മോളെ? ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. ആ വാക്ക് നീ ഇപ്പൊ നിറവേറ്റണം മോളെ. ആ വാക്ക് തന്നത് ഇങ്ങനത്തെ കാര്യത്തിനായിരുന്നില്ല അച്ഛാ. മറ്റൊരാളുടെ പെണ്ണുകാളിൽ ഞാൻ പോയിരിക്കുന്നത് ന്യായമല്ല. അതുമല്ല ഞാൻ എന്തു പറയാൻ വന്നിട്ട് നിർത്തിയല്ലോ. എന്തായാലും പറയും മോളെ. ഒന്നുമില്ലമ്മേ. നോക്കു മോളെ, നീ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയായിരുന്നെങ്കിൽ
ഞങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല. മോളുടെ കല്യാണം കഴിയാത്തതുകൊണ്ടാ ഇങ്ങനെ ചോദിക്കാൻ തോന്നിയത്. ദയവ് ചെയ്ത് ഞങ്ങളെ മനസ്സിലാക്കാം. താലിയെടുത്ത് പുറത്ത് കാണിക്കാൻ കഴിയാത്ത ദൗർഭാഗ്യസ്ഥിതിയിലാണ് ഞാൻ. നിങ്ങൾക്ക് എന്റെ വിഷമം എങ്ങനെയാ മനസ്സിലാവുക? ഈ പരീക്ഷണത്തിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തു വരിക? വേഗം പോയി റെഡിയായിട്ട് വരും മോളെ. നിങ്ങൾ എന്തൊക്കെ ഇനി പറഞ്ഞാലും ഈ കാര്യങ്ങൾ ഒരിക്കലും എന്റെ മനസ്സിന് അംഗീകരിക്കാൻ പറ്റില്ല. എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. എനിക്കിപ്പോ അവിടെ പോയി ഇരിക്കാൻ കഴിയില്ല. ഞാൻ മോളുടെ കാലം അമ്മേ, ഈ വേദവതിയുടെ വീട്ടിലെ കുട്ടി ഈ വീട് വിട്ടു പോയി എന്നറിഞ്ഞ നമ്മുടെ അഭിമാനത്തിന് കളങ്കം തട്ടും. മാനം പോകുന്നതിനേക്കാൾ പ്രാണം പോകുന്നതാ നല്ലത്. ഞങ്ങൾ അത് ചെയ്യണമെന്നാണ് മോളെ. നിങ്ങൾ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്നാ സമ്മതിക്കാം. ഇങ്ങനെയൊക്കെ നിങ്ങൾ സംസാരിച്ചത് കൊണ്ട് മാത്രം എന്റെ മനസ്സ് എത്രയധികം വേദനിച്ചിട്ടും പറ്റില്ല എന്ന് പറയാൻ കഴിയുന്നില്ല. പക്ഷെ ഒരു കാര്യം, ഈ പെണ്ണുകളിലൂടെ എന്നെ വിട്ടേക്കണം. ദയവ് ചെയ്ത് അവിടെ നിന്ന് മുന്നോട്ടേക്കൊന്നും പോകരുത്. ശരി മോളെ. എന്താ ഭഗവാനെ, എന്താ എനിക്ക് ഇത്ര പരീക്ഷണങ്ങൾ? എന്തിനാ ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ തരുന്നത്? ശ്രീകരെ വിളിക്കുന്നു. ഈ സമയത്ത് ശ്രീകരനോട് മോള് സംസാരിക്കണ്ട. ഈ ചടങ്ങ് കഴിയുന്നത് വരെ ഇതിനെക്കുറിച്ച് ശ്രീകർ അറിയണ്ട. അവൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞ അവനെ എന്തിനെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നെന്നും ചോദിച്ച് അവൻ ഞങ്ങളോട് വഴക്കുണ്ടാക്കും. ഞാൻ അവനെ ഒന്ന് ഒരുക്കാൻ നോക്കട്ടെ. അതുവരേക്കും ചേട്ടൻ അവരോടൊന്ന് സംസാരിച്ചിരിക്കെ. എത്ര തിരക്കുണ്ടെങ്കിലും എന്റെ കോള് കണ്ട എടുക്കുന്നതല്ലേ അവള്. എന്നിട്ട് ഇത്ര നേരം റിങ് ചെയ്തിട്ടും എന്താ കോൾ എടുക്കാത്തെ? ശ്രീകരുമായിട്ടുള്ള കല്യാണം നടത്താന്ന് ഞങ്ങളുടെ മോഹം നിറവേറാതെ സ്വന്തം മകളെയും നഷ്ടപ്പെട്ടെന്ന അവസ്ഥയിലായെന്ന് തോന്നുന്നു. വസന്തേ, ഈ വീട്ടിൽ നിന്നാ നമുക്കൊരു മണ്ണം കട്ടം കിട്ടാൻ പോകുന്നില്ല. നിന്റെ അമ്മയുടെ ആജ്ഞയെ ധിക്കരിച്ച് നമുക്ക് അവളെ പോയി തിരയാം. വാ.
ഒരു സൈഡിൽ ആവനിയെ കെണിയിലാക്കാൻ നോക്കി, മറ്റൊരു സൈഡിൽ കാവ്യെ കാണാതിരുന്നിട്ടും ടെൻഷൻ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ചിരിക്കുന്നോ? നിന്നെ എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. കാവ്യ ലെറ്റർ എഴുതാനുള്ള കാരണം ഞാനാ. എഴുതിപ്പിച്ചത് ഞാനാ. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ അവളെ ഉപദേശിച്ചത് ഞാൻ തന്നെയാ. നീ എന്തിനാ അങ്ങനെ ചെയ്തേ? അഭിമാനം നിലനിർത്താൻ എന്തും ചെയ്യുന്ന അച്ഛനും അമ്മയ്ക്കും ഒരു ചെറിയ ഷോക്ക് കൊടുക്കാനാ ഇങ്ങനെയൊക്കെ ചെയ്തത്. ചെറിയ ഷോക്കല്ല അത്, വലിയ ഷോക്കാ അത്. കാവ്യ ഒരു റോങ് ഡിസിഷനും എടുക്കാൻ പോകുന്നില്ല. ഞാൻ പറയുന്ന സമയത്ത് തന്നെ അവള് വീട്ടിലേക്ക് വരും. നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഈ സമയത്ത് വീട്ടിലൊരു സ്വസ്ഥത കുറവും മുതിർന്നവർക്ക് ഒരു ആശയക്കുഴപ്പവും സൃഷ്ടിക്കാനേ ഉദ്ദേശിച്ചുള്ളൂ. എന്റെ ഭാര്യ മഹാഭാരതത്തിലെ ശകുനേക്കാളും കടുപ്പമാണല്ലോ. ഈ കാര്യം നേരത്തെ നീ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ കണ്ണില് കണ്ണീര് വരുമായിരുന്നില്ലല്ലോ. അച്ഛനും അമ്മയും ഒക്കെ ഇവരെന്തോ നാടകം കളിക്കുവാണെന്ന് മനസ്സിലാക്കിയേനെ. ഞാൻ നാടകരംഗത്ത് കിങ്ങാണ് മോളെ, കിങ്. ഞാൻ നടിച്ചാൽ ഒരു സംശയം വരില്ല. വിശ്വാസം ഇല്ലാത്തോണ്ടാ ലാവണ്യ നേരത്തെ ഒന്നും പറയാഞ്ഞത്.